എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ബീറ്റ്റൂട്ട് ക്യാരറ്റ് തോരനാണ് ഉണ്ടാക്കണത്. എല്ലാവരും ഉണ്ടാക്കണതാണ്. ഞാനുണ്ടാക്കുന്ന രീതി നിങ്ങളിന്ന് കാണിക്കണമെന്ന് മാത്രം. രണ്ട് ക്യാരറ്റ് അധികം വലിപ്പമില്ലാത്തതാണ്, ഇങ്ങനെ പൊടിയായിട്ട് എരിഞ്ഞെടുത്തേണ്ടതുണ്ട്. 2 ക്യാരറ്റ്, അതുപോലെ തന്നെ 3 ബീറ്റ്റൂട്ട്. ഞങ്ങൾക്ക് 2 നേരത്തേക്കും കൂടി വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ എടുത്തേണ്ടതാണ്. അതും പൊടിയായിട്ടാണ് അരിഞ്ഞേക്കണേ. ഒരു ചീനച്ചട്ടിയാണ് ഞാൻ വെച്ച് കൊടുത്തത്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് കടുകിട്ട് പൊട്ടിക്കുകയാണ്. കടുകിടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. കടുക് പൊട്ടിയിട്ടുണ്ട്. ഞാൻ സവോള ഇതുപോലെ തന്നെ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. 2 വലിപ്പമുള്ള സവോള. കടുക് പൊട്ടിക്കഴിഞ്ഞു. 2 വലിപ്പമുള്ള സവോളയാണത് പൊടിയായിട്ട് എരിഞ്ഞതാണ്. ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് എരിഞ്ഞാൽ കുറച്ച് വേവില്ല. ഇത് 3 കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഈ സവോളയ്ക്ക് ഇട്ട് കൊടുക്കണം. സവോള അധികം മാറേണ്ട ആവശ്യമില്ലാത്തതാണ്, ചെറുതായിട്ട് വാടിയിട്ടുള്ളൂ. ഞാൻ ഇതിനകത്തേക്ക് പൊടികളിട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രം. 1/2 ടീസ്പൂണ് മഞ്ഞളും 1 ടേബിൾ സ്പൂണ് മുളക് പൊടി രണ്ടും അതിനകത്തേക്ക്. അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറിയിട്ട് ഒന്നങ്ങോട്ട് ആയാൽ മതി. പച്ചച്ചവ മാറിപ്പോകും. ഞാൻ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഇട്ട് കൊടുക്കണം. ബീറ്റ്റൂട്ടിനും ക്യാരറ്റിനും ഒരു ചെറിയ മധുരസം ഉള്ളതാണ്. അതുകൊണ്ടാണ് സവോള കൂടുതലെടുത്തതും അധികം മുരിക്കാതിരിക്കുന്നത്. ഇതിനകത്തേക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ആവിയിലാണ് വേകണത്. ഞാനിത് ഒന്ന് മൂടി വയ്ക്കാം. കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വയ്ക്കാം. ഇത് കൂടെ നിൽക്കേണ്ട ആവശ്യമില്ലാത്ത വേറെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് സിമ്മിലിട്ടായിരുന്നു മതി. സിമ്മിൽ കിടന്ന് പതച്ചാൽ അധികം വേവില്ല. എന്നാലും സിമ്മിൽ കിടന്ന് വേവുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരാൻ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ട് ഇരിക്കട്ടെ. തീ കുറച്ചിട്ടാൽ മതി. വേവാറായിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കണ്ട. ഞാൻ ഇതിനകത്തേക്ക് ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു പുളിരസം കൂടി വന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. മധുരമുള്ള
ക്യാരറ്റും ബീറ്റ്റൂട്ടൊക്കെ ചെറിയ മധുരമുള്ളതല്ലേ, സവോളയൊക്കെ. അപ്പോൾ ചെറിയ പുളിരസം വന്നോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തേക്കുന്നതാണ്. ക്യാരറ്റ് ബീറ്റ്റൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ചോറുണ്ണ വേറെ ഒന്നും വേണ്ട. തീ ഓഫ് ചെയ്യണം. ഞാനിത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാർത്തും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ക്യാരറ്റ് ബീറ്റ്റൂട്ട് തോരൻ. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കുക. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.